സ്കൂൾ തുറന്നതോടെ നിരവധി പരാതികളും പരിഭവങ്ങളും ഉയർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകളെ കുറിച്ചാണ്. സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകൾ സർക്കാരിന് അപ്പുറത്ത് ചിന്തിക്കുന്ന ആളുകളാണ്. അവർ കരുതുന്നത് അവർക്കപ്പുറം ഇനി പരലോകം മാത്രമേ ഉള്ളൂ എന്ന ധാരണയാണ്. അവരാണ് എല്ലാം. ഈ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്ന ഒരു സംഭവമാണ്. അവരതിനകത്ത് അയ്യോ പൊത്തോ എന്ന് വിളിച്ച് കൈ കഴുകിയൊക്കെ രക്ഷപ്പെടാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ചെയ്ത കാര്യത്തിൻ്റെ ക്രൂരത പുറം ലോകം അറിയണം. ചില പത്രങ്ങൾ ഇങ്ങനെ അവിടെ എഴുതി കണ്ടു. എന്നാൽ പ്രധാന പത്രങ്ങളൊന്നും എഴുതിയിട്ടുമില്ല. പ്രധാന പത്രങ്ങളൊന്നും ഇത്തരം കാര്യങ്ങൾ എഴുതില്ല. ചില അപ്രധാന പത്രങ്ങൾ എഴുതി കണ്ടു. കണ്ണൂർ പയ്യന്നൂരിലാണ് സംഭവം നടന്നത്. ആ സ്കൂളിൻ്റെ പേര് SABTM ഹയർ സെക്കൻഡറി സ്കൂൾ. ആ സ്കൂളിൽ നടന്ന സംഭവം അല്പമല്ല, അത് അതിക്രൂരമായ സംഭവമാണ്. സ്കൂളിൽ നടന്ന പ്രവൃത്തിയെ നമുക്ക് വേണമെങ്കിൽ നിസ്സാരവൽക്കരിക്കാം. അതിനുശേഷം നടന്നത് അതിനേക്കാൾ പൈശാചികമായ സംഭവമാണ്. അതെന്താണെന്ന് ഞാൻ വിവരിക്കാം. ഒരു കുട്ടി, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, പ്രവേശനോത്സവ ദിവസം രാവിലെ സ്കൂൾ ബസ്സിൽ സ്കൂളിലേക്ക് എത്തുന്നു. സ്കൂളിൽ ക്ലാസ് ഉച്ചവരെയല്ലേ ഉണ്ടാവുകയുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് കഴിയുന്നു. ആ കുട്ടി, 8ാം ക്ലാസ്സിലെ കുട്ടി, സ്കൂൾ ബസ്സിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ഷർട്ടിന് കുത്തിപ്പിടിച്ച് സ്കൂൾ ബസ്സിൻ്റെ കോർഡിനേറ്റർ, അധ്യാപകനാകാം അനധ്യാപകനാകാം, ചുമതലയുള്ള അയാൾ ആ കുട്ടിയെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് ഓഫീസ് റൂമിൽ കൊണ്ടുപോകുന്നു, ഭേദ്യം ചെയ്യുന്നു. ഭേദ്യം ചെയ്യുക എന്നാൽ അടിക്കുക എന്നല്ല അർത്ഥം, ചോദ്യം ചെയ്യുന്നു. ഫീസ് കൊടുക്കാത്തതെന്ത്, നീ എന്തിന് സ്കൂൾ ബസ്സിൽ കയറി എന്നൊക്കെയാണ്. കുട്ടി ആകെ വിഷണ്ണനാകുന്നു. സമപ്രായക്കാരായ കുട്ടികൾ സ്കൂൾ ബസ്സിലുണ്ട്, സ്കൂൾ ഗ്രൗണ്ടിലുണ്ട്. സ്കൂൾ റീ ഓപ്പണിംഗ് ആദ്യത്തെ ദിവസം. മാനസിക വിഷമം ഉണ്ടാകുമോ ഇല്ലയോ? കുട്ടി കരയുന്നു സങ്കടത്തോടെ. എന്നിട്ട് ഈ അധ്യാപകരും അനധ്യാപകരും ഹെഡ് മാസ്റ്ററും ഒക്കെ എന്ത് ചെയ്യുന്നു? ഈ കുട്ടിയെ ഒരു സ്കൂട്ടറിൽ കയറ്റി വീട്ടിലേക്ക് വിടുന്നു. ഏത് സ്കൂട്ടർ? ആരുടെ സ്കൂട്ടർ? ആരൊരാൾ ആണ് ഈ സ്കൂട്ടറിൽ കൊണ്ടുപോകുന്നത്? വല്ല വിവരമുണ്ടോ? ഈ അധ്യാപകരോ അനധ്യാപകർക്കോ അറിയാമോ ഈ സ്കൂട്ടറിൽ കൊണ്ടുപോയത് ആരാ? ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ആണോ? ഈ കുട്ടിയുടെ ബന്ധുക്കളോ മറ്റോ ആണോ? അതോ ഇനി ഏതെങ്കിലും അധ്യാപകരാണോ സ്കൂട്ടറിൽ കൊണ്ടുപോയത്? ആരാണ് സ്കൂട്ടറിൽ കൊണ്ടുപോയത്? അപരിചിതനാണോ? അതോ വഴിപോക്കനാണോ? അതോ പോലീസുകാരാണോ? ഈ കുട്ടിയെ ആരുടെ കൂടെയാണ് സ്കൂട്ടറിൽ വിട്ടത്? കുട്ടിയെ വീടിന് 6 കിലോമീറ്റർ ദൂരത്തുള്ള ഒരു പോയിന്റിൽ ഈ സ്കൂട്ടറിൽ കൊണ്ടുപോയ ആൾ ഇറക്കി വിടുന്നു. 6 കിലോമീറ്റർ ഇപ്പുറം. രക്ഷിതാവ്, കുട്ടിയുടെ അച്ഛൻ അവിടെ വന്ന് കുട്ടിയെ പിക്ക് ചെയ്യുന്നു. പിക്ക് ചെയ്യുമ്പോൾ കുട്ടി സങ്കടത്തോടെ കാര്യം പറയുന്നു. അച്ഛാ, എന്നെ സ്കൂളിൽ ബസ് കയറുമ്പോൾ, തിരിച്ചു വരാൻ സ്കൂൾ ബസ്സിൽ കയറുമ്പോൾ ഒരാൾ എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഓഫീസ് റൂമിൽ കൊണ്ടുപോയി. കഴുത്തിന് കുത്തിപ്പിടിച്ചെന്ന് പറഞ്ഞില്ല, അത് ഞാൻ പറഞ്ഞതാണ്. ഷട്ടിൽ പിടിച്ച് ഓഫീസ് റൂമിൽ കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് എന്നെ വല്ലാതെ മാനസികമായി പീഡിപ്പിക്കുന്നു. ഫീസ് അടച്ചിട്ടില്ല, സ്കൂൾ ബസ്സിൽ പോകാൻ കഴിയുകയില്ല എന്ന് പറയുന്നു. അപ്പോഴച്ഛൻ ആകെ അന്തിച്ചുപോയി. 2 ആഴ്ച മുമ്പ് കുട്ടിയുടെ പാഠപുസ്തകങ്ങളും മറ്റു കാര്യങ്ങളും തിരക്കാൻ സ്കൂളിൽ പോയപ്പോൾ ചോദിച്ചതാണ് എന്തെങ്കിലും ഫീസ് കുടിശ്ശികയുണ്ടോ എന്ന്. അന്ന് അണ്ണാക്കിൽ പഴം വിഴുങ്ങി വെച്ചിരുന്നു ഈ മാനേജ്മെന്റ്. അന്ന് ഒന്നും മിണ്ടിയില്ല. കുടിശ്ശികയൊന്നുമില്ല എന്ന് പറഞ്ഞു. ബസ്സിന്റെ കുടിശ്ശിക ഉൾപ്പെടെ ചോദിച്ചതാണ്. അന്നൊന്നും മിണ്ടിയില്ല. കുടിശ്ശിക ഇല്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ് അവർ ഇരുന്നത്. കുടിശ്ശിക ഇല്ല എന്ന അർത്ഥത്തിൽ. അപ്പോൾ രക്ഷിതാക്കൾ എന്ത് കരുതും? യുവമാർ അതും ഇതും പറഞ്ഞ് പല പേരിൽ പല ഫീസിനത്തിൽ പിടിച്ചു പറിക്കും. പോക്കറ്റ്, രക്ഷിതാവിന്റെ കീശ കീറിയെടുക്കുന്നത് വരെ അറുത്തെടുക്കും ഈ മാനേജ്മെന്റുകൾ. ഈ ബസ്സിന് കുടിശ്ശിക ഇല്ല എന്ന് 2 ആഴ്ച മുമ്പ് പറഞ്ഞതാണ്. എന്നിട്ടാണ് ഈ കുട്ടി ബസ്സിൽ കയറാൻ സമയത്ത് ഷർട്ടിന് കുത്തിപ്പിടിച്ചെടുത്ത് ഓഫീസ് റൂമിൽ കൊണ്ടുപോയി ഭേദ്യം ചെയ്ത് അതിനുശേഷം ഏതോ ഒരുത്തൻ്റെ സ്കൂട്ടറിൽ കയറ്റി വിട്ടിരിക്കുന്നത്. നമുക്കറിയാം, കണ്ണൂർ തന്നെ ആ നടൻ്റെ പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മകൻ നാടകത്തിനും ഒക്കെ വലിയ മികവ് കാണിക്കുന്ന നടൻ്റെ സിനിമാ നടനാണ്. അദ്ദേഹത്തിൻ്റെ മകനെ ഒരു സംഘം ആളുകൾ സ്കൂളിന് മുന്നിൽ വെച്ച് ആക്രമിച്ച കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞതാ, ആൺകുട്ടികൾക്കും രക്ഷയില്ല, ആൺകുട്ടികളെയും പെറ്റ തള്ളയ്ക്കും തന്തയ്ക്കും സങ്കടമാണ്. ആൺകുട്ടികൾ നെഞ്ചു പിടഞ്ഞുകൊണ്ടേയിരിക്കും ആൺകുട്ടികൾ വീട്ടിലെത്തുന്നത് വരെ. പെൺകുട്ടികൾക്ക് മാത്രമല്ല, ആൺകുട്ടികൾക്ക് രക്ഷയില്ല. മുഹമ്മദ് ഷഹാബ് അറിയാമല്ലോ, കോഴിക്കോട് കൊല്ലപ്പെട്ട പയ്യൻ. രക്ഷയുണ്ടോ ആൺകുട്ടികൾക്ക്? ഈ ആൺകുട്ടിയെ 6 കിലോമീറ്റർ ദൂരെ കൊണ്ട് ഇറക്കിയിട്ട് പോയി. എന്തെങ്കിലും സംഭവിച്ചെങ്കിലോ? ആരുത്തരം പറയും? അപരിചിതരാണ് കൊണ്ടിറക്കിയത്. ഈ കുട്ടിക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചെങ്കിൽ ആരുത്തരം പറയും? ഈ സ്കൂൾ മാനേജ്മെന്റ് ഉത്തരം പറയും. നഷ്ടപ്പെടുന്നെങ്കിൽ രക്ഷിതാക്കൾക്ക് നഷ്ടപ്പെടും. എന്താ ഈ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന ശേഷം രക്ഷിതാവിനെ വിളിച്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി വിട്ടില്ല? അതിന്റെ സാമാന്യ ബുദ്ധി എന്തുകൊണ്ട് ഈ ഹെഡ് മാസ്റ്റർ റഫീഖിന് തോന്നിയില്ല? റഫീഖ് ഇപ്പോൾ അയ്യോ പൊത്തോ എന്ന് പറയുന്നു. ആരും കുട്ടിയുടെ ഷർട്ടിലൊന്നും പിടിച്ചിട്ടില്ല. ഷർട്ടൊന്നും മുലയാതെ വിളിച്ചു, മോനെ വരൂ, ഓഫീസ് റൂമിലേക്ക് വരൂ.
നമുക്കറിയാം ഈ സ്കൂൾ കോർഡിനേറ്റർമാരുടെ സ്വഭാവമൊക്കെ. നമ്മളും ഈ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നതാണല്ലോ. നമുക്കറിയാം ഇമാതിരി ആളുകളുടെ പെരുമാറ്റമൊക്കെ നമുക്കറിയാം. എനിക്കറിയാവുന്ന സ്കൂളുണ്ട്, അവിടെ ഒരു സ്പോർട്സ് മാസ്റ്ററുണ്ട്, PT മാഷ്. അവൻ കൊച്ചു പിള്ളേരോട് കാണിക്കുന്നത് കാണണം. എൻ്റെ കണ്ണ് കൊണ്ട് കണ്ടിട്ടുണ്ട്. കൊച്ചു പിള്ളേരെടുത്ത് അവൻ കാണിക്കുന്ന കോപ്രായങ്ങൾ കാണണം. ഞാനിനി അത് വീഡിയോ എടുത്ത് ചാനലിൽ കാണിച്ചു തരാം. അവൻ കാണിക്കുന്ന സർക്കസുകൾ, ഒരു PT മാഷ് കൊച്ചു പിള്ളേരോട് കാണിക്കുന്ന സർക്കസുകൾ ഞാൻ ക്യാമറയിൽ പകർത്തി കാണിച്ചു തരാം. ഇങ്ങനെയുള്ള സ്കൂളുകളിൽ നടക്കുന്നതൊക്കെ ഇത് തന്നെയാണ്. ഇങ്ങനെ ഷട്ടിൽ പിടിക്കും, കഴുത്തിന് കുത്തിപ്പിടിക്കും. ഇതൊക്കെ വാസ്തവമാണ്. റഫീഖ് മാഷ് ഇനി കൈ കഴുകിയിട്ടൊന്നും കാര്യമില്ല. ഈ കുട്ടിയെ എന്തിന് സ്കൂട്ടറിൽ കയറ്റി വിട്ടു എന്നതിന് ഉത്തരം പറയണം. ഏതായാലും കുട്ടിയുടെ രക്ഷിതാവ് മനുഷ്യാവകാശ ചൈൽഡ് ലൈനിനും മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി അടിയന്തരമായി റിപ്പോർട്ടും നേടിയിട്ടുണ്ട്. ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. കുട്ടി ബസ്സിൽ കയറിയെങ്കിൽ ബസ്സിൽ കയറി പോട്ടെ. നിങ്ങൾക്ക് രക്ഷിതാവിൻ്റെ നമ്പർ ഉണ്ടല്ലോ. കുട്ടി അല്ലല്ലോ ഫീസ് കൊണ്ട് അടയ്ക്കേണ്ടത്. അല്ലല്ലോ 8ാം ക്ലാസ്സുകാരനല്ല അധ്വാനിച്ചിട്ട് ഫീസ് കൊണ്ടുതരേണ്ടത്, രക്ഷിതാവല്ലേ. നിങ്ങൾ രക്ഷിതാവിനെ ഫോൺ ചെയ്യണം. കുട്ടി അവൻ്റെ സമപ്രായക്കാരുടെ മുന്നിൽ വെച്ച് അപമാനിച്ചിട്ടല്ല ഫീസ് പിരിക്കേണ്ടത്. അവനെ മാറ്റി നിർത്തി ചോദിക്കേണ്ടത്, അവൻ ക്ലാസ് മുറിയിൽ ഇരിക്കുമ്പോൾ അവനെ വിളിപ്പിച്ച് ചോദിക്കണം, മോനെ നീ ഫീസ് അടച്ചിട്ടുണ്ടോ സ്കൂൾ ബസ്സിന്? അല്ലെങ്കിൽ അവൻ്റെ രക്ഷിതാവിനെ വിളിച്ച് ചോദിക്കണം. ആ ഒരു ഉത്തരവാദിത്വ ബോധം കാണിക്കണം മാനേജ്മെന്റ്. കീശ അറുത്തെടുക്കുന്ന മാനേജ്മെന്റുകൾ ശ്രദ്ധിക്കണം. അവനെ ഏതോ ഒരുത്തൻ്റെ കൂടെ സ്കൂട്ടറിൽ കയറ്റി വിട്ടിരിക്കുന്നു. ഉത്തരവാദിത്വ ബോധമില്ലാത്ത മാനേജ്മെന്റുകൾ. ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ്റെ രക്ഷിതാവിനെ നഷ്ടപ്പെടുന്നു. നിരുത്തരവാദപരമായ മാനേജ്മെന്റുകൾ ഇത്തരം പെരുമാറ്റത്തിനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് അടിയന്തരമായി കർശന നടപടിയാണ് സ്വീകരിക്കേണ്ടത്. നമുക്കറിയാം, ഒരു കുട്ടി കഴിഞ്ഞ വർഷം സ്കൂൾ കെട്ടിടത്തിന്റെ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് ചാടി മരിച്ചത്. അവനെ ബുള്ളിങ് നടത്തി, അവനെ ആളുകൾ കറുപ്പനെന്നും കറുത്തവനെന്നും വിളിച്ച് കളിയാക്കി. അത് നമുക്കറിയാം. CBSE സ്കൂളിൽ, അംഗീകാരമില്ലാത്തൊരു സ്കൂളിൽ നടന്ന സംഭവമാണ്. എത്ര സംഭവങ്ങളാണ് ഇമാതിരിയുള്ള സ്കൂളുകളിൽ നടക്കുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല, വഷളാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം മാനേജ്മെന്റുകളാണ്. ആ കുട്ടിക്ക് എന്തുമാത്രം മാനസിക സംഘർഷം ഉണ്ടായിരിക്കും. അവൻ്റെ സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന പെരുമാറ്റമല്ല ഈ സ്കൂൾ അധികൃതർ ചെയ്തതെന്ന് ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്.